തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക കുത്തനെ ഉയർത്തിയ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് തൃശൂർ രാമനിലയത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരിക്കും ചർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കും. സൂരജ് സജിയുണ്ട്. സൂരജ്, ഇത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നുവെന്നാണോ സൂരജ്? ഉന്മേഷ്, എന്തായാലും ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്ന ആശങ്കകൾ, ആ ആശങ്കകൾക്ക് വിരാമമാകുന്ന ഒരു നിമിഷം അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വേണമെന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ പാറമേക്കാവും തിരുവമ്പാടി അടക്കമുള്ള ദേവസ്വങ്ങളും പൂരപ്രേമികളും എല്ലാം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ സർക്കാർ അതിലൊരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഇത്തരത്തിൽ ഈ പൂരം എക്സിബിഷന്റെ തറവാടക സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ജില്ലയിൽ നിന്നുമുള്ള മന്ത്രിയായിട്ടുള്ള കെ രാജൻ, ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ, എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ചർച്ചയിലൂടെ ഇതിന് സമവായം കാണുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ പറഞ്ഞിരുന്നത്, ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്, ഈ കോടതിക്ക് പുറത്ത് ഇതിനൊരു പ്രശ്നപരിഹാരം കാണാം എന്നുള്ളതായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗം കൂടിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്ന നടപടിയിലേക്ക് പോയത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 2 കോടിയിലധികം രൂപയാണ് ഈ തറവാടകയായി പൂരം എക്സിബിഷന് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ 1 കോടിയിലേക്ക് ഈ ചർച്ചയിലൂടെ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇരു കൂട്ടർക്കും സമവായമായ ഒരു തീരുമാനം എന്ന നിലയിൽ 1 കോടിയോട് അടുത്ത ഒരു തുകയ്ക്ക് ഇതിന്റെ തറവാടക നിശ്ചയിക്കുകയും പിന്നീട് എല്ലാ വർഷവും 10% വീതം കൂട്ടി നൽകുന്ന തരത്തിലേക്ക് ഇതിന്റെ വാടക ക്രമീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതായിരിക്കും പ്രധാനമായും ഈ ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ഈ മാസം തന്നെ, അതായത് ഈ ജനുവരിയോട് കൂടി തന്നെ ഈ എക്സിബിഷന്റെ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം BJPയും കോൺഗ്രസും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നവകേരള സദസ്സ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മന്ത്രിമാർ ജില്ലയിലെത്തി ഇത്തരത്തിലൊരു ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്, ശരി, ഏതായാലും ഇത് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചന എന്നോണം ഒരു യോഗം സർക്കാർ ഇപ്പോൾ നേരിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെ വലിയ വിമർശനമാണ് ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യോഗം വിളിക്കാനുള്ള തീരുമാനം.